പി ജെ വിൻസെന്റ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ചത്, ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. അതിൽ എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെയുള്ള മറുപടി നൽകിയിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഇക്കുറി ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് വ്യത്യസ്തതയാർന്ന ഒന്നായിരുന്നു. അതായത് ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ത്യ മറുപടി നൽകും എന്ന സന്ദേശം അത് കൃത്യമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട കാഴ്ചകളിൽ നിന്ന് താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ ഇന്ത്യക്കിതിൽ പ്രഹരശേഷിയുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാത്തതല്ല, പക്ഷെ ഇന്ത്യ അതിന് മുതിരുമോ എന്നുള്ളൊരു സംശയമായിരിക്കാം അവർക്കുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ ഇന്ത്യ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത്തരത്തിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഇതിനു മുൻപൊക്കെ ഇന്ത്യ കാണിച്ച ആ ഒരു സ്ട്രാറ്റജികളിൽ നിന്നൊക്കെ എത്രത്തോളം വ്യത്യസ്തമാണ് ഡോക്ടർ പി ജെ വിൻസെന്റ്? നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ വളരെ കൃത്യമായി ടാർഗറ്റഡായിട്ട് മെഷേർഡായി നോൺ എസ്കലേറ്ററി ആയിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വന്നു എന്നതാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഫേസസ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് 25 മിനിറ്റിനുള്ളിൽ 24 മിസൈൽ സ്ട്രൈക്ക് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള സ്ട്രൈക്കായിരുന്നു. അത് ഇന്ത്യയുടെ റിട്ടാലിയേഷൻ ആയിരുന്നു. ഇന്ത്യയുടെ റിട്ടാലിയേഷൻ കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുന്നത് റിട്ടാലിയേഷനോട് പാക് പ്രതികരണം, കൗണ്ടർ റിട്ടാലിയേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിർത്തിയിൽ ഉടനീളം വെടിവെപ്പ്, ഷെല്ലിങ്, മിസൈൽ ആക്രമണം ഉണ്ടായി. പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് മുഴുവനും ഇന്ത്യൻ സിവിലിയൻസിനെയായിരുന്നു. മാത്രമല്ല നമ്മളുടെ എയർ കേന്ദ്രങ്ങൾ, ഇപ്പോൾ അവന്തിപ്പുരയും പത്താൻകോട്ടും ജോധ്പൂറും അടക്കമുള്ള ഇന്ത്യയുടെ വ്യോമ താവളങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ്റെ ആക്രമണമുണ്ടായി. അത് രണ്ടാമത്തെ ഫേസാണ്. അത് ഡിഫെൻസീവ് ഫേസാണ്. ഇന്ത്യ പാകിസ്ഥാൻ്റെ കൗണ്ടർ ഒഫൻസീവിനെ വളരെ ഫലപ്രദമായി ഇന്ത്യ ഡിഫെൻസ് ചെയ്തു. മൂന്നാമത്തെ ഫേസ് ഒരു ഒഫൻസീവ് ഫേസ് കൂടെ ഉണ്ട്. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒഫൻസീവ് എന്ന് പറയുന്നത് വളരെ ടാർഗറ്റഡ് ആയിരുന്നു. പാകിസ്ഥാൻ്റെ 14 വ്യോമ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് റാവൽപിണ്ടി പാകിസ്ഥാൻ്റെ യഥാർത്ഥ തലസ്ഥാനമാണ്. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണെങ്കിലും പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രം ഇരിക്കുന്നത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വിമാനത്താവളം തകർത്ത് തരിപ്പണമാക്കി. അതിനുവേണ്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലുകളൊന്നായിട്ടുള്ള ബ്രഹ്മോസിൻ്റെ ആദ്യത്തെ ഉപയോഗമാണ്. സാധാരണ കോമ്പാറ്റിൽ യുദ്ധമുഖത്ത് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മിസൈലാണ്. ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് നൂർഖാൻ തകർത്തത്. അതായത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു മിസൈൽ പാകിസ്ഥാൻ്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കാൻ എന്താ ഇന്ത്യക്ക് ഒരു പ്രയാസവുമില്ല. അത്ര ശക്തമായ ഒഫൻസ് ആയിരുന്നു. മാത്രമല്ല അവരുടെ ഈ മിലിറ്ററി ന്യൂക്ലിയർ നെർവ് കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത് ജാക്കോബാബാദിലെ എയർബേസാണ്. അവിടെ അവരുടെ F-16 യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് വളരെ സേഫായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രമാണ്. അതും ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധത്തെയും അവരുടെ ആയുധ ശേഖരത്തെയും നിർണായകമായി തകർക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ ഒഫൻസീവിന് കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇതുവരെയുള്ളത് പ്രതിരോധവും മാത്രമായിരുന്നു, പരിമിതമായ ഒഫൻസീവുമായിരുന്നുവെങ്കിൽ ഇത്തവണ ഇപ്പോൾ ശരിയാണോന്നറിയില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാൻ്റെ വ്യോമ കേപ്പബിലിറ്റിയുടെ 20% തകർക്കപ്പെട്ടിരിക്കുന്നു. വ്യോമ പ്രതിരോധത്തിൻ്റെ 20% തകർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് കേണൽ ജനറൽ രാജീവ് ഖായ് നടത്തിയ പത്രസമ്മേളനത്തിൽ അവരുപയോഗിച്ചൊരു വാക്ക് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നാണ്. ഇതുവരെ അങ്ങനെയായിരുന്നു. പാകിസ്ഥാൻ എന്ന് ആക്രമിക്കും, തിരിച്ചു പോകും. ഇന്ത്യ അങ്ങോട്ടൊന്ന് ആക്രമിക്കും, തിരിച്ചിങ്ങോട്ട് വരും. ഇങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഇതുവരെ സംഭവിച്ചതെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെയല്ല. അതിൻ്റെ മൂന്നാമത്തെ ഫേസിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒഫൻസീവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാന് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അത് തകർന്നടിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഒരു നഗരങ്ങൾക്കും ഇന്ന് എയർ ഡിഫൻസ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ചൈന കൊടുത്തിട്ടുള്ള PL-15
അതിൻ്റെ കാര്യം മോഹൻപിള്ള പറഞ്ഞു. അതോടൊപ്പം തന്നെ JK-17 എന്ന് പറയുന്ന അവരുടെ ജെറ്റ് വിമാനങ്ങൾ അവർക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാനും എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ അത് നിർമ്മിക്കുന്ന അവരുടെ ചെങ്കുഡു എന്ന കമ്പനിയുടെ ഷെയറുകൾ 40% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എനിക്കും നമ്മുടെ മനസ്സിലുമുള്ളത്. അതിലാദ്യത്തേത്, ഈ തീവ്രവാദികൾ എവിടെ പോയി? ഈ വെടിവെച്ച് വന്നവരെ പിടിക്കണ്ടേ? രണ്ടാമത്തത് വളരെ എഫക്റ്റീവായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ പ്രാദേശികമായ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തെളിഞ്ഞു. ആ പ്രാദേശിക സഹായം കൊടുത്ത ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തോ? അവരെ രാജ്യദ്രോഹികളല്ലേ, അവരെ ബഹുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണ്ടേ? മൂന്നാമത്തെ പ്രശ്നം, ആകെ ആശങ്കയോടുകൂടി ഞാൻ കാണുന്നത് എന്ത് സംഭവിച്ചു നമ്മുടെ റഫേലിന് എന്നുള്ളതാണ്. അത് ഈ DGMOയുടെ മീറ്റിങ്ങിലും പത്രപ്രവർത്തകർ ചോദിച്ചിരുന്നു. അത് യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. റഫേൽ നഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് വേറൊന്നുകൊണ്ടുമല്ല കേട്ടോ, ഒന്നറിയാനുള്ള ഒരു താല്പര്യം. ഒരു പക്ഷേ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഈ 8 മണിക്കത്തെ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ പത്രസമ്മേളനത്തിൽ മറുപടി പറയുമായിരിക്കും. ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോഴും പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. യുദ്ധമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ നടന്നിട്ടുള്ള DGMO തല ചർച്ചയിൽ എന്താണ് അവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളത് നമുക്കറിയില്ല. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല.